മക്കളില്ലാത്തതിൻ്റെ വേദനയിൽ കഴിയുന്ന ഒട്ടേറെ ദമ്പതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കുട്ടിക്ക് വേണ്ടി പല വഴിപാടുകളും നേർന്ന് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവർ. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന വാർത്തകൾ കേൾക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ പുഴയിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞാൽ മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു പൊള്ളും. പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റാത്ത നിലയിലായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം. സമീപത്തെ പാലത്തിൽ നിന്ന് നവജാത ശിശുവിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതാകാം എന്നാണ് സംശയം. ആരാണ് ഈ ക്രൂരത ചെയ്തത്? കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം ഉപേക്ഷിച്ചതാണോ? പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ 1:30 നെല്ലിയാടി കളത്തിൻകടവിൽ മീൻ പിടിക്കാനെത്തിയവരാണ് തുണിയിൽ പൊതിഞ്ഞ നിലയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത്. വെള്ളത്തിൽ എന്തോ പൊങ്ങിക്കിടക്കുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത്. കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. മീൻപിടുത്തക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് ആദ്യം സ്ഥലത്തെത്തി. പിന്നീട് ഫയർഫോഴ്സും എത്തിയ ശേഷമാണ് മൃതദേഹം കരക്കെത്തിച്ചത്. കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജനിച്ച ഉടൻ തന്നെ നവജാത ശിശുവിനെ ഉപേക്ഷിച്ചതാകാമെന്നാണ് നിഗമനം. സമീപത്തെ പാലത്തിൽ നിന്നും കുഞ്ഞിന്റെ മൃതദേഹം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതാണോ എന്ന സംശയം പോലീസിനുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വടകര റൂറൽ SP നിധിൻ രാജിന്റെ നിർദ്ദേശപ്രകാരം വടകര DYSP ഹരിപ്രസാദ്, കൊയിലാണ്ടി CI ശ്രീലാൽ ചന്ദ്രശേഖർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ചും മെഡിക്കൽ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുമാണ് അന്വേഷണം. നഗരസഭയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ആശാ വർക്കർമാരുമായും പോലീസ് ആശയവിനിമയം നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിഭാഗം, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. പ്രദേശത്തെ റോഡുകളിലെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ മൃതദേഹം കണ്ടെത്തിയതിന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലാത്തത് അന്വേഷണത്തിന് തടസ്സമാണ്. News 18 കോഴിക്കോട്.